കുറേ ദിവസമായി വിചാരിക്കുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അത് എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് ഓർമ്മ വന്നത് സ്നാക്സും ലഞ്ചും ഒക്കെ ആക്കിയ ശേഷം കേട്ടോ. പിന്നെ അത് വീണ്ടും പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇന്നത്തെ സ്നാക്സിന് നമ്മുടെ മാൽക്കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റ് ഇല്ലേ, അതായിരുന്നു കേട്ടോ. പിന്നെ ലഞ്ചിന് ഉരുളൻകിഴങ്ങ് ഉപ്പേരിയും ചോറൊക്കെ അമ്മ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചുക്കുവെള്ളവും ആക്കി കിറ്റിലാക്കി വെച്ചു കേട്ടോ. ഞാൻ അവളോട് പറയാറുണ്ട് ഇടയ്ക്ക് കിറ്റിലാക്കി വെക്കുന്നത്. പക്ഷേ അവളെപ്പോൾ ആ സമയത്ത് എഴുന്നേൽക്കുന്നുണ്ടാവുള്ളൂ. അവൾ എപ്പോഴും 7 മണിക്കാണ് കേട്ടോ ഞങ്ങൾ എഴുന്നേൽപ്പിക്കുക. 7 മണിക്ക് എണീറ്റ് പല്ല് തേക്കുക, മേല് കഴുകുക, അത്രയല്ലേ ഉള്ളൂ. പിന്നെ റെഡി ആവുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും അവൾ ചില ദിവസങ്ങൾ സ്കിപ്പ് ചെയ്യണ്ടേ. അപ്പോൾ അതാ അമ്മ ഉപ്പുമാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ബേബിയുടെ ഉരുളൻകിഴങ്ങ് ഉപ്പേരി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വേദുവിന് കൊടുക്കാനാണ്. പിന്നെ അത് അവളുടെ യൂണിഫോമൊക്കെ ഞാൻ തലേ ദിവസം തന്നെ അയൺ ചെയ്തിട്ട് വെക്കും, അല്ലെങ്കിൽ രാവിലെ മടിയാവും. പിന്നെ ഒരു 7 മണി കഴിഞ്ഞപ്പോൾ ഞാൻ വാതിലൊക്കെ പൂട്ടിയിട്ട് കഴിയുന്നു, തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇതെന്താ വെച്ചാൽ നായ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. എപ്പോഴും നായശല്യം ഉണ്ട്. കുറച്ച് അപ്പോൾ അന്ന് അത്ര നല്ല മഴയൊന്നുമില്ല കേട്ടോ. ഒരു നല്ലൊരു ക്ലൈമറ്റാണ്. നല്ല മഴയും ഇല്ല, എന്നാൽ നല്ല വെയിലും ഇല്ല, അങ്ങനെ ഒരു ക്ലൈമറ്റാണ്. പിന്നെ 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേദുവിനെ നോക്കി നോക്കുമ്പോൾ വേദു എഴുന്നേറ്റ് വന്നു കേട്ടോ. അമ്മയെ പറഞ്ഞ് കരയായിരുന്നേ. കുറച്ച് നേരം എണീറ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ പറഞ്ഞു ഷർട്ട് ഇസ്തിരി ഇടാൻ പറഞ്ഞിട്ട്. അതാണ് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളത്. രാവിലെ ഇസ്തിരി ഇടാനുള്ള മടി കൊണ്ടാണ് നമ്മൾ തലേ ദിവസം ഇസ്തിരി ഇടുന്നത്. അപ്പോൾ രാവിലെ വേറൊരു പണി തരും. അപ്പോൾ എന്താ ചെയ്യുക പറഞ്ഞിട്ടല്ലേ. പിന്നെ ഇസ്തിരി ഇടാൻ ഞങ്ങൾക്ക് ടേബിൾ ഇല്ലാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് ഇസ്തിരി ഇടണം. അത് നല്ലൊരു ടാസ്ക്കാണ് ഗൈസ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവൾ റെഡിയായി പഠിക്കാൻ കേട്ടോ. മലയാളം എക്സാം ഉണ്ട് അവൾക്ക് ഇന്ന്. അപ്പോൾ അതിനുള്ള പഠിക്കലാണ്. പിന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് അവൾക്ക്. ഈ പുതിയ ബാഗിൻ്റെ കോലം നിങ്ങൾ നോക്കൂ. കൂറ്റനാട് ഷഹനാസിൽ നിന്ന് വാങ്ങിയത് ബാഗാണ്. ഇപ്പോൾ അത് ഇങ്ങനെയായി. അപ്പോൾ അവൻ ചോദിക്കുകയാണ് ഇന്ന് രാവിലെ എന്താ കഴിക്കാൻ ചോദിച്ചപ്പോൾ ഉപ്പുമാവെന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് നല്ല സന്തോഷമായി കേട്ടോ. ബാലവാടിയിൽ ഈ ഉപ്പുമാവൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അവനത് നല്ല ഇഷ്ടമാണ്. ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ അവന് നല്ല ജീവനാണ്. അപ്പോൾ ഉപ്പുമാവാണെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് നല്ല ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു എന്നാൽ ബേബീനെ കൊണ്ടാക്കിയിട്ട് നമുക്ക് വന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഓക്കെ പറഞ്ഞിരിക്കാൻ. അമ്മമ്മോട് കഴിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ. അപ്പം ഞാൻ പുറത്തിറങ്ങി. ഇപ്പോൾ കർക്കിടക മാസമാണല്ലോ. അപ്പോൾ അതിൻ്റെ പ്രധാനമാണല്ലോ മുക്കുറ്റി. അപ്പോൾ മുക്കുറ്റി പറിച്ചു. അപ്പോൾ ഇത് വേരോടെ പോകുന്നു കേട്ടോ. മുക്കുറ്റി ഇതിട്ട് പറിച്ചിട്ട് ഞങ്ങൾ ചാരിച്ചിട്ട് കുറി തൊടുകയാണ് കേട്ടോ. ഞങ്ങൾ കുളിച്ചിട്ടാണ് കുറി തൊടുന്നത്. അതുകൊണ്ട് കൂടെ ഒരു തുളസിയും പൊട്ടിച്ച് ഞാൻ തലയിൽ വെച്ച്. അപ്പോൾ മുക്കുറ്റി കുറി തൊടാൻ വേണ്ടി നോക്കുകയാണ്. അപ്പം ഞങ്ങളെപ്പോഴും മുക്കുറ്റി കുറി തൊടുമ്പോൾ വേദുവിനും തൊടണം എന്ന് പറയൂ കേട്ടോ. വേദു കുളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവനും കുറി തൊടണം എന്നുള്ളൊരു വാശിയാവും കേട്ടോ. ഈ മുക്കുറ്റിക്കുറിയുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ പറഞ്ഞു തരാം എന്തിനാണ് മുക്കുറ്റിക്കുറി തൊടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മുക്കുറ്റിക്കുറിയൊക്കെ തൊട്ടിട്ട് പിന്നെ ഒരു 8 മണി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ബസ് സ്റ്റോപ്പിലേക്ക് പോവും. ബസ് സ്റ്റോപ്പല്ല, ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ബസ് വരിക. ഒരു 8:15 ആകുമ്പോൾ 8:20 ആ ടൈം ആവും പോവും. അപ്പോൾ നമ്മുടെ ഒരു പട്ട വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. അത് എടുത്തിടാച്ചിട്ട് പോയതാണ്. ഇതാ കുറേ മുക്കുറ്റി ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. പിന്നെ ഇതിനെന്താ പറയുക, എന്താ അതിന് മാങ്ങാന്നറിയോ, മാങ്ങ എന്തോ ഈ പൂവിൻ്റെ പേരിക്ക് ഓർമ്മയില്ല കേട്ടോ. അതൊക്കെ കുറച്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. അപ്പോൾ അത് പട്ട വീണിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അത് ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടു. ആ മാറ്റിയിട്ടപ്പോൾ ഉണ്ട് ഇവൻ ഇരുന്ന് കരയുക. ആ പട്ട മാറ്റിയിടണ്ട. അപ്പോൾ അപ്പൂപ്പൻ ചോദിക്കുന്നത് എന്തിനാ അവൻ കരയണതെന്ന്. ആ പട്ട അതുപോലെ തന്നെ വെക്കണമെന്ന്. എന്ത് സ്വഭാവമാണ്. ആ പട്ട അതുപോലെ വെച്ചിട്ട് അത് കൂടെ നടക്കണമെന്ന്. എന്നിട്ട് ഞാൻ വീണ്ടും അത് ഇങ്ങോട്ട് വലിച്ചിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ നടന്നോ പറഞ്ഞു. അപ്പോൾ അവനത് അതെവിടെ കടന്ന ആ സ്ഥലത്ത് തന്നെ വേണം ആ പട്ടാന്ന്. അങ്ങനെയൊക്കെ വാശി പിടിക്കാൻ പറ്റുമോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കൂടെ നടന്നോ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ വലിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ തന്നെ വലിച്ചോ, ഞാൻ വലിക്കില്ല പറഞ്ഞു. എന്നിട്ട് അവൻ ആ പട്ടയെ കൂടെ നടക്കണതാണ് കേട്ടോ ഈ കാണുന്നത്. എന്തിനാവോ, ഞാൻ പട്ട നേരാവണ്ണം മാറ്റി വെച്ചതായിരുന്നു. പക്ഷെ അവന് ആ പട്ടയെ കൂടെ നടക്കണം എന്താക്കണ്ടോ. അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക, നല്ല സുഖമായിട്ട് അങ്ങോട്ട് നടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പട്ട മാറ്റിയിട്ട് പോകുമ്പോൾ ബേബി എഴുതുമായിരുന്നു കേട്ടോ. അവൾക്ക് മലയാളം എക്സാമാന്ന് പറഞ്ഞല്ലോ. പക്ഷേ എന്തോ എഴുതാനൊക്കെ ഉണ്ട് ആക്ടിവിറ്റി ബുക്കിൽ എന്നൊക്കെ പറഞ്ഞു. അതിനൊന്നും സമയം കിട്ടുന്നില്ല കുട്ടികൾക്ക് പഠിക്കാൻ കുറേയുള്ള കാരണം. അപ്പോൾ അതാ 8:20 കഴിഞ്ഞ് 8:25 ആയപ്പോൾ അമ്മമ്മോട് ചാറ്റൊക്കെ പറഞ്ഞിട്ട് അവൾ ഇറങ്ങിയിട്ട്. അപ്പോൾ ഞാൻ കിറ്റ് എടുക്കാൻ പറഞ്ഞു. എന്നും കിറ്റ് ഞാനാണ് കയ്യിൽ പിടിക്കുക. അപ്പോൾ ഞാനത് മറന്നിട്ട് നടക്കുകയാണ്. വീഡിയോ എടുക്കണമുണ്ടല്ലോ അന്ന്. അപ്പോൾ അതാ വേദുക്കുട്ടനാട്ടോ എനിക്ക് കിറ്റ് കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ ബേബി പറയും എൻ്റെ അസിസ്റ്റൻ്റാണ് വേദു എന്ന് പറയുക. അതിനൊന്നും അവനൊരു മടിയില്ല കേട്ടോ. വേഗം കൊണ്ടുവന്ന് തരും. അതൊക്കെ ചിലപ്പോൾ അവളുടെ ബാഗൊക്കെ ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചിട്ട് വരുന്ന കാണാം. അത്രയും വെയിറ്റ് ഉണ്ടായിരിക്കും. ഇപ്പം ഞങ്ങളുടെ റോഡ് കണ്ട ഭയങ്കര ഹൈവേ പോലെ തോന്നും കേട്ടോ. അങ്ങനെ തിരക്കാണ്. ഒന്ന് അങ്ങോട്ട് ഓപ്പോസിറ്റ് അങ്ങോട്ട് എത്താൻ നല്ല ബുദ്ധിമുട്ടാട്ടോ. കാരണം അത്രയും വണ്ടികളാണ് ഇപ്പോൾ ചീറിപ്പാഞ്ഞ് പോകുന്നത്. അതും വണ്ടികൾക്കാണെങ്കിൽ ഒടുക്കത്തെ സ്പീഡും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കിറ്റ് പ്രിയ മാമിയുടെ മതിലിൽ ഇങ്ങനെ വെക്കും എപ്പോഴേ. പിന്നെ അവിടെ കുട്ടേട്ടുണ്ടായിരിക്കും കേട്ടോ. എപ്പോഴും വർത്താനം പറഞ്ഞു വെക്കും വേദുവിനോട് ബാലവാടിയത്തെ വിശേഷങ്ങളും. അതുപോലെ തന്നെ പ്രിയ മേമ എന്തൊക്കെയോ ചോദിക്കും കേട്ടോ അവനോട്. ബാലവാടിയിൽ പഠിപ്പിച്ച പാട്ടൊക്കെയാണ് ഈ പറഞ്ഞു കൊടുക്കണത്. ഏത് പാട്ടാ, കുഞ്ഞേ ഉടരൂ നീ, ആ പാട്ടൊക്കെ പഠിച്ചു എന്നൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ 8:30 ചിന്നമണി പോവും. ചില ദിവസം ചിന്നമണിയുടെ
ചിന്നമണിയുടെ ബാക്കിലായിരിക്കും ബസ് വരിക. ചില ദിവസം ചിന്നമണിയുടെ മുന്നിലായിരിക്കും. ഇന്ന് ചിന്നമണിയുടെ ബാക്കിലായിരുന്നു കേട്ടോ ബസ് വരുന്നത്. ചില സമയം ലേറ്റ് ആവും, ചില സമയം നേരത്തെ എത്തും. അതൊക്കെ ഓരോ സ്റ്റോപ്പിൻ്റെ ഓരോ കുട്ടികൾ വരണതും ഒക്കെ അനുസരിച്ചിട്ടായിരിക്കുമല്ലോ. അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേദുവിന് എന്നും ടാറ്റ കൊടുക്കട്ടോ ചേച്ചി. അതുപോലെ തന്നെ ആ ഫ്രണ്ടിലിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്, പെൺകുട്ടി, അവളും എന്നും ടാറ്റ കൊടുക്കും വേദുവിന്. അത് കിട്ടിയില്ലെങ്കിൽ വേദുവിന് സമാധാനക്കേടാണ്. അങ്ങനെ ബേബിക്കുട്ടീനെ പറഞ്ഞയച്ച് ഞങ്ങൾ തിരിച്ചതാ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് വേദുക്കുട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഉപ്പുമാവും അതുപോലെ തന്നെ ഉപ്പേരിയും കൂട്ടിയിട്ട്. അപ്പോൾ അമ്മമ്മ അവനറിയാതെ കഴിച്ചു പോയി. പക്ഷെ അമ്മമ്മ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് അമ്മ ഒരു ഇത്തിരി പേരിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ ഉപ്പുമാവ് എടുത്ത് വന്നിരിക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കർക്കിടകത്തിലെ വൃത്തിയാക്കലുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് ഇപ്പോഴായിരുന്നു ഗൈസ്. കാരണം ഫാനിലൊക്കെ ഭയങ്കര മാറാലായിരുന്നു. അപ്പം അത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് കുറേ സാധനങ്ങൾ പൊടി തട്ടിയിട്ട് എടുക്കാണ്ടായിരുന്നു. ഓരോ റൂമും വൃത്തിയാക്കുക പറഞ്ഞാൽ എളുപ്പമല്ല. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും അലർജി ഉള്ളവരാണ്, ശ്വാസം മുട്ടൊക്കെ. അപ്പോൾ പൊടി തട്ടുക പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. അപ്പോൾ ബേബിയുടെ പഴയ ഫോട്ടോ ഒക്കെ വൃത്തിയാക്കി അതൊക്കെ കഴിഞ്ഞ് അടിച്ചു വാരി തുടയ്ക്കലും തുണി തോരടലൊക്കെ കഴിഞ്ഞ് വേദുട്ടൻ പോവുകയാണ് കേട്ടോ ബാലവാടിക്ക്. ഒരു 9:45 ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ വേദുട്ടൻ തേരട്ടേനെ കണ്ടിട്ട് പറയാം കേട്ടോ. അപ്പോൾ തേരട്ടയും പഴുതാരയും തിരിച്ചറിയാൻ പറ്റില്ലേ ചോദിക്കായിരുന്നു അമ്മമ്മ. എനിക്ക് തേരട്ടയും പഴുതാരയും പേര് മാറും. അപ്പോൾ തേരട്ടേനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കട്ടോ. അപ്പോൾ വേദുവിൻ്റെ കൂടെ ഒന്ന് പുതിയൊരു അതിഥി ഉണ്ട് കേട്ടോ, ഫൈഹ. ഇവള് ആദ്യമായിട്ടൊന്നല്ല ബാലവാടിക്ക് വരുന്നത്, ഇടയ്ക്ക് വരും ഇടയ്ക്ക് വരില്ല, അങ്ങനെയാണ് അവളുടെ കഥ. അപ്പോൾ ദാ ഇവിടെ ഇങ്ങനെ എന്തോ പണി നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ JCB നിൽക്കുന്നുണ്ട്. അപ്പോൾ ദാ ഒരു കൊട്ടക്കാരൻ വന്നിട്ട് കൊട്ട വേണോ ചോദിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 4 എണ്ണത്തിന് 5 എണ്ണത്തിന് 500 രൂപയ്ക്ക്. അത് ഒരു കൊട്ടയായിട്ട് അതിൽ തരില്ല, 5 എണ്ണം തന്നെ വാങ്ങണം. നമുക്കിപ്പോൾ അതിൻ്റെ 5 എണ്ണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ ചേച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ബാലവാടിയിലെത്തി അവർ കളിക്കണു കുറേ കുട്ടികൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫൈഹ പറഞ്ഞു അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് തന്നെ പറഞ്ഞിട്ട് അതേപടി വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോയായിരുന്നു കേട്ടോ. അവൾക്ക് അത്രയും മടിയാണ് ഇപ്പോൾ ബാലവാടിക്ക് വരാം. അപ്പം ഞാൻ ബാലവാടിയിൽ നിന്ന് എന്താ ഫുഡ് നോക്കിയപ്പോൾ എന്താ നല്ല ഉപ്പുമാവും കൊഴക്കട്ടയും പാലും എല്ലാം ഉണ്ട് കേട്ടോ ബാലവാടിയിൽ. പരിഷ്കരിച്ച മെനു കണ്ടില്ലേ, തിങ്കൾ മുതൽ ശരി വരെ നല്ല അടിപൊളി ഫുഡുകളാണ്. പിന്നെ ഈ അക്ഷയപാത്രത്തിലാണ് എന്തെങ്കിലും കുട്ടികളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ നാളികേരം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ച എന്ത് വേണമെങ്കിലും കൊണ്ടുവരാം, വീട്ടിലുള്ള സാധനങ്ങൾ എന്ത് വേണമെങ്കിലും ഈ അക്ഷയപാത്രത്തിൽ കൊണ്ടുപോയി ഇടാം. അപ്പോൾ നമുക്കിപ്പോൾ പച്ചക്കറികളാണെങ്കിൽ പച്ചക്കറി എന്ത് വേണമെങ്കിലും ഉണ്ടാകും. പൈസ കൊടുത്തത് കടയിൽ നിന്ന് വാങ്ങുമൊന്നും വേണ്ട പറഞ്ഞു, വീട്ടിലുള്ളവർ കൊണ്ടുവന്നാൽ മതി, നിർബന്ധമൊന്നുമില്ല പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ വേദുവിനോട് ടാറ്റൊക്കെ പറഞ്ഞ് ഇറങ്ങി. അപ്പണ്ടതാ ഇവള് ഫുള്ള് കറിയിട്ട് തിരിച്ചു അതേപടി തന്നെ ഇങ്ങോട്ട് വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അമ്മ നല്ല ഉണക്കമാന്തൽ കൂട്ടാൻ റെഡിയാക്കുകയാണ് കേട്ടോ. ഞാൻ തലേ ദിവസം ഉണക്കമാന്തൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുറച്ച് വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കൂട്ടാനും വെച്ചു അമ്മ. ഉണക്കമാന്തൽ കൂട്ടാനും ചോറും അതുപോലെ തന്നെ ഉണക്കമാന്തൽ വറുത്തതും ഓമക്കായ ഉപ്പേരി. നല്ല കോമ്പിനേഷൻ അല്ല ഗൈസ്. അപ്പോൾ നല്ല അടിപൊളി ഓമക്കായ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീട്ടിൽ ഇപ്പോൾ അത്യാവശ്യം ഓമക്കായൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് തന്നെ അങ്ങനെ ആവശ്യത്തിനുള്ള ഓമക്കായ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഓമക്കായ ഉപ്പേരി. വേദുവിനാണെങ്കിലും എനിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഒക്കെ. പക്ഷേ ബേബിക്കൊന്നും അത്ര ഇഷ്ടമില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വേദുക്കുട്ടൻ ബാലവാടിയിൽ നിന്ന് വന്നിട്ടുള്ള ഇതാണ് കേട്ടോ കാണുന്നത്. അത് വരെയുള്ള വീഡിയോസൊക്കെ അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്തു. ബാലവാടിയിൽ നിന്ന് വന്നപ്പോൾ അവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അമ്മമ്മോടും എന്നോടും പറയാണ്. തോണി ഉണ്ടാക്കി തന്നു ടീച്ചർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ അവസാനിപ്പിച്ചു ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു പിറന്നാൾ കുട്ടിയുടെ മിഠായി കിട്ടിയിട്ടോ. കാളിന്തിൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ